ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിങ് വിത്ത് മീ. അപ്പോൾ ഞാനിന്ന് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 4 ടോപ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് പെപ്ലം ടോപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ്. ഇതിൻ്റെ സ്ലീവ്സ് ക്വാർട്ടറും അല്ല ഫുള്ളും അല്ല, രണ്ടിൻ്റെയും ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ലെങ്ത്താണ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വീനെക്കാണ്. മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇത് വിയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ്. ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിലും ഹിപ്പ് കുറച്ച് ഉള്ളവർക്കാണെങ്കിലും എല്ലാം ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഈ ഒരു അടിഭാഗം ഫ്രിൽഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതെടുത്ത് കാണില്ല. അപ്പോൾ ആ ഒരു അഭംഗി നമുക്ക് ഒഴിവാക്കാം. ഇതാണ് സെക്കൻഡ് ടോപ്പ്. നേരത്തെ കാണിച്ച റെഡിൻ്റെ തന്നെ ഒരു ഗ്രീനിഷ് വേർഷനാണ് ഇത്. പക്ഷേ ഇതിന് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. അതേപോലെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. നെക്ക് ഡിസൈൻ എന്ന് പറയുന്നതും വീനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രിൽഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് വെയർ ആയിട്ടായാലും കോളേജ് വെയർ ആയിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണിത്. ബ്ലാക്ക് ജീൻസിൻ്റെ കൂടിയാണെങ്കിലും ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടിയായാലും നന്നായി പെയറായി പോകുന്ന ഒരു ടോപ്പാണിത്. ഞാനിത് നോർമലി രണ്ടും യൂസ് ചെയ്യാറുണ്ട്. മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നോർമൽ ഹൂപ്സിൻ്റെ കൂടിയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ്. ഈ ഒരു യെല്ലോ ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ്സ് ബട്ടർഫ്ലൈ സ്ലീവ്സാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു ഡ്രസ്സിനെ നന്നായി ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടിയാണ്. നോർമലി ഞാനിത് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ തന്നെയാണ് പെയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഒരു ഹൈ റൈസ് ജീൻസിൻ്റെ കൂടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നന്നായി നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു ഹൈ റൈസ് ജീൻസിൻ്റെ കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 ടോപ്പുകളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഈ യെല്ലോ ക്രോപ്പ് ടോപ്പ് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു പിങ്ക് ടോപ്പാണ്. ഇത് ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്രൗൺ സ്കേർട്ടിൻ്റെ കൂടിയാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പല സൈസസും അവൈലബിൾ ആണ്, പല കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊരു ക്രോപ്പ് ടോപ്പും അല്ല, നല്ല ലെങ്തി ടോപ്പും അല്ല, ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. ഇത് ടക്കിൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതെ ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോ ആണ് ഇഷ്ടമായി എന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക.